ശ്രീ രാജേന്ദ്ര മന്ദിരം കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി ഇന്ന് എറണാകുളത്ത് വന്നപ്പോൾ കൊച്ചിയിൽ ഒരു പൊതുപരിപാടിയിൽ വെച്ചൊരു പ്രഖ്യാപനം നടത്തി. എനിക്ക് സിനിമയാണ് ജീവൻ, എനിക്ക് സിനിമയിൽ അഭിനയിക്കണം. കേന്ദ്രമന്ത്രി അമിത്ഷാ അടുത്ത് പറഞ്ഞപ്പോഴും പേപ്പറിൽ എഴുതി കൊടുത്തപ്പോൾ പേപ്പർ മാറ്റിയിട്ടു. എനിക്ക് മന്ത്രിസ്ഥാനം പോയാലും സിനിമ അഭിനയിക്കണം. അങ്ങനെ മന്ത്രിസ്ഥാനം പോയി സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ സുരേഷ് ഗോപിക്ക് മത്സരിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. അതാണ് അദ്ദേഹം ഇവരൊരു ഡ്യുവൽ പേഴ്സണാലിറ്റി ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങി. എനിക്ക് ആദ്യം മുതൽ തന്നെയുണ്ട് മന്ത്രിസ്ഥാനം എനിക്ക് ഒന്നുമല്ല, എനിക്ക് അഭിനയമാണ് എനിക്ക് ഏറ്റവും വലുത് എന്നൊക്കെയുള്ള മട്ടിൽ ധ്വനിപ്പിക്കുന്ന രീതിയിലൊക്കെ അദ്ദേഹം സംസാരിച്ചിരുന്നു. അങ്ങനെയുണ്ടെങ്കിൽ അങ്ങനെ ഒരാള് ഈ MP സ്ഥാനത്തിന് വേണ്ടി ഇത്രയും നാൾ ആറ്റുനോറ്റിരുന്ന തൃശ്ശൂരിൽ മത്സരിക്കേണ്ട കാര്യമില്ലായിരുന്നു. അദ്ദേഹം നിന്നുകൊണ്ടാണ് BJP ജയിച്ചത് എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനമായി പോയതാണ് പ്രശ്നം തോന്നുന്നത്. അന്ന് തൊട്ടാണ് ഇത് തുടങ്ങുന്നത്. അതിനു മുമ്പ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഓരോരുത്തരുടെയും കരിയർ എന്താണെന്ന് തീരുമാനിക്കേണ്ടത് അവരവർ തന്നെയാണ്, മറ്റുള്ളവരല്ല. അവർക്ക് അതിന് സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം വേണ്ട, MP സ്ഥാനവും വേണ്ട, ഞാൻ രാജിവെച്ച് പൊയ്ക്കൊള്ളാം എന്നാണെങ്കിൽ അദ്ദേഹം അങ്ങനെ തന്നെ ചെയ്തു കൊള്ളട്ടെ. ഇത് ആരെയോടാണ് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് വേദികളിൽ വന്നിരുന്നാണോ ഇത് പറയേണ്ടത്? അദ്ദേഹം പ്രധാനമന്ത്രിയോട് തന്നെ പറയണം. പ്രധാനമന്ത്രിയെ ആണ് തീരുമാനം. പ്രധാനമന്ത്രിയോട് പറഞ്ഞാൽ അദ്ദേഹം അതിന് അവസരം ഉണ്ടാക്കി കൊടുക്കും, സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ അതിന് പകരം അദ്ദേഹം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരുന്ന എങ്ങനെയാണ്? അത് ആളുകൾക്ക് BJP-ക്കാർക്ക് മാത്രമല്ല ജനങ്ങൾക്ക് മൊത്തത്തിൽ ദേഷ്യം വരും. അദ്ദേഹത്തിന് അവിടെ ഇപ്പൊ എന്ന് വിചാരിച്ച് എത്രയോ പേരുണ്ട് മന്ത്രിസ്ഥാനത്തിരുന്നു കൊണ്ട് തന്നെ അഭിനയിച്ചിട്ടുള്ള. മന്ത്രിസ്ഥാനം തന്നെ ഒരു അഭിനയമാണല്ലോ ചിലപ്പോൾ. രാഷ്ട്രീയം എന്ന് പറയുന്നത് തന്നെ അഭിനയം. അവിടെ ഇരുന്ന് അതിനത് പറ്റുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം ഒരു വളരെ സത്യസന്ധനായ വ്യക്തിയാണ്. ഈ സിനിമയുടെ ഈ 15 അംഗ പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നതിലൊന്നും പെടാത്ത ഒരു വ്യക്തിത്വമാണ്. അത് നമ്മൾ തീർച്ചയായിട്ടും സത്യസന്ധനാണ്, ഒക്കെയാണ്. അപ്പൊ ഈ ആദർശാത്മക ജീവിതവും രാഷ്ട്രീയത്തിലെ പ്രായോഗിക ജീവിതവുമായിട്ട് പൊരുത്തപ്പെടുന്നതിലെ ഒരു അസന്തുലിതാവസ്ഥ അത് തന്നെയായിരിക്കണം അദ്ദേഹത്തെ ഇങ്ങനെ ഒരു ചിന്താക്കുഴപ്പത്തിൽ ഒരു കൺഫ്യൂഷനിൽ എത്തിക്കുന്നത്. അത് തീർച്ചയായിട്ടും ഒരു ഭരണത്തിന് നല്ലതല്ല. ഈ ഹാംലെറ്റ്മാരിനെ പറ്റി ഏറ്റവും വലിയ അബദ്ധങ്ങൾ അതാണ്. പ്രോകാസ്റ്റിനേഷൻ ആൻഡ് ഹമേർഷ്യ. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക, പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയത്തിൽ ചെയ്യേണ്ടത്. ഈ നാടിന് വേണ്ടിയിട്ട്, തന്റെ മണ്ഡലത്തിന് വേണ്ടിയിട്ട്, കേരളത്തിലെ ജനങ്ങൾക്ക്, ഇന്ത്യയിൽ മൊത്തത്തിലുള്ള, അദ്ദേഹം പറഞ്ഞത് തമിഴ്നാടിനും കേരളത്തിന് വേണ്ടി പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കട്ടെ. ഈ ദുരന്തത്തിന് വേണ്ടിയിട്ടുള്ള 2000 കോടി രൂപയിൽ വാങ്ങിക്കാവുന്നതിന്റെ പരമാവധി വാങ്ങിക്കട്ടെ. മുല്ലപ്പെരിയാർ എന്ന ഭീതി നിലനിൽക്കെ അത് പരിഹരിക്കാവുന്നതിന് വേണ്ടത് ചെയ്യട്ടെ. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ക്യാബിനറ്റ് യോഗങ്ങളിലൊന്നും സ്ഥാനം ഉണ്ടാവില്ല. പക്ഷെ ഉപമന്ത്രി സ്ഥാനത്ത് തന്നെ ഉണ്ട്. സഹമന്ത്രി സ്ഥാനത്ത് നിന്നുകൊണ്ട്, ഉപമന്ത്രിയല്ല സഹമന്ത്രി, തിരുത്തുന്നു. ആ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് തന്നെ ചെയ്യാൻ കഴിയും, വേണ്ടതുപോലെ ചെയ്യാൻ കഴിയുമെന്ന് തെളിയിച്ചിട്ടുണ്ടല്ലോ. പല മന്ത്രിമാരും മുമ്പ് തന്നെ തെളിയിച്ചിട്ടുണ്ടല്ലോ. ചിലതൊക്കെ ചെയ്യാൻ കഴിയും. ആ പ്രധാനമന്ത്രിയുമായിട്ട് നല്ലവനുള്ള സുരേഷ് ഗോപിയെ പോലൊരാൾക്ക്, സത്യസന്ധനും അഴിമതിയില്ലാത്തവനുമായ ആൾക്ക് പലതും കേരളത്തിന് വേണ്ടി നേടിയെടുക്കാൻ കഴിയും. രാജഗോപാൽ പണ്ട് സമർത്ഥമായി AB വാജ്പേയിയുടെ കാലത്ത് നേടിയെടുത്തതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അത് സമാനമായ, റെയിൽവേയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞു, സമാനമായ നേട്ടങ്ങൾ കേരളത്തിന് വളരെയധികം ആവശ്യമുണ്ട്. അതൊക്കെ നേടാൻ അദ്ദേഹത്തിന് കഴിയും എന്നുള്ള സുരേഷ് ഗോപി എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയാണ് ഫാഷൻ, സിനിമയിൽ ഞാൻ ചത്തുപോകും. അങ്ങനെ സിനിമ ഫാഷനായുള്ള ഒരാള് എന്തുകൊണ്ട് പിന്നെ രാഷ്ട്രീയത്തിൽ വന്നു, മത്സരിച്ചു, ജയിച്ചു? അതെ, തീർച്ചയായിട്ടും അതാ. തന്റെ ഭാര്യ ആരായിരിക്കണം അദ്ദേഹം തന്നെ തീരുമാനിക്കണം. സിനിമ വേണോ അതല്ലെങ്കിൽ മന്ത്രിസ്ഥാനം വേണോ? ഇത് തമ്മിലൊരു ചോയ്സ് വേണോ? അദ്ദേഹം തന്നെ കൺഫ്യൂസ്ഡ് ആണെന്ന് തോന്നുന്നു. അതാണ് ഈ പ്രശ്നം, ആശയക്കുഴപ്പം വരുന്നത്. അദ്ദേഹത്തിന്റെ ആശയക്കുഴപ്പം മറ്റാർക്കും മാറ്റാൻ പറ്റില്ല. അത് വേദികളിൽ വന്ന് ജനങ്ങൾക്ക് മുമ്പാകെ എത്ര വലിയ മഹാനടനായാലും ശരി പറയുകയല്ല ചെയ്യേണ്ടത്. സ്വയം ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം എനിക്ക് തോന്നുന്നില്ല വിലപേശലിന് വേണ്ടി ഉപയോഗിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ ആശയക്കുഴപ്പം പച്ചയായിട്ട് തന്നെ സത്യസന്ധമായിട്ട് പങ്കിടുകയാണെന്ന് തോന്നുന്നു. പക്ഷെ അത് ശരിയല്ല, ശരിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടല്ല. സിനിമയിൽ ഇതുപോലുള്ള ട്വിസ്റ്റും ക്ലൈമാക്സും ആന്റി ക്ലൈമാക്സും ഒക്കെ വരുന്നത് നല്ലതാണ്. ഹാംലെറ്റ് രാജകുമാരന്റെ ആ നാടകം ഉണ്ടല്ലോ, അതിലുടനീളം അദ്ദേഹം ഇങ്ങനെ ടു ബി ഓർ നോട്ട് ടു ബി എന്നൊരു കൺഫ്യൂഷൻ. അദ്ദേഹം ഇംഗ്ലീഷ് സാഹിത്യം പഠിച്ച ആളാണ്, മനസ്സിലാവും. ആ ഒരു കൺഫ്യൂഷൻ, ടു ബി ഓർ നോട്ട് ടു ബി, ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ എന്നുള്ളത്. അത് തന്നെയാണ് ഇപ്പോഴത്തെ പ്രശ്നം. വേണോ വേണ്ടയോ, രാജിവെക്കണോ വേണ്ടയോ, മന്ത്രിയായി തുടരണോ വേണ്ടയോ, സിനിമാ താരമായി തുടരണോ വേണ്ടയോ എന്നുള്ളൊരു വലിയൊരു അങ്കലാപ്പിലാണ് അദ്ദേഹം തോന്നുന്നു. പ്രത്യേകിച്ചും ഈ താരങ്ങളെ കുറിച്ചുള്ള മതിപ്പ് വളരെ കുറയുന്ന ഒരു സന്ദർഭത്തിൽ അദ്ദേഹം ഇങ്ങോട്ട് വരാതിരിക്കുക നല്ലത്. താരങ്ങളെ ചൂലെടുത്ത് സ്വീകരിക്കാൻ വേണ്ടി ആളുകൾ തയ്യാറാക്കിക്കുന്ന, അവരോടുള്ള ആരാധനയൊക്കെ, അവരുടെ മൂടുപടങ്ങളൊക്കെ വീണ് കിടക്കുന്ന ഒരവസ്ഥയിൽ തൽക്കാലം രാഷ്ട്രീയത്തിൽ നിന്ന് രാഷ്ട്രത്തിന് വേണ്ടി എന്തെങ്കിലും തൽക്കാലം ചെയ്യുക. സിനിമയിലെ ഈ
ആദിവ്യാധികളൊക്കെ ഒന്ന് അടങ്ങി ഭീതിബാധകളൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷം വരുന്നതായിരിക്കും നല്ലതെന്നൊരു നല്ല സുഹൃത്തും അദ്ദേഹത്തിന്റെ ഒരു അഭ്യുദയ കാംക്ഷി എന്നുള്ള നിലയിലും തോന്നുകയാണ്.